ഈ ഓഫറിന് വേണ്ടിയിട്ട് പോകുന്ന ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഓഫർ ഉണ്ടോ അങ്ങോട്ട് പോകും. ഇത് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്നുള്ളതൊന്നും ആരും ആലോചിക്കത്തില്ല. ഡിസ്കൗണ്ട്, മെഗാ ഡിസ്കൗണ്ട്, 80%, 90% ഡിസ്കൗണ്ട് എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അവിടെ കയറി അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകും. അതിൻ്റെ വിലയൊക്കെ ഇരട്ടി കൂട്ടിയിട്ടിട്ടായിരിക്കും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണല്ലോ. കോഴിക്കോടൊരു സംഭവം നടന്നു. ഇപ്പോൾ സംഭവം നടന്നു തൊട്ട് മുമ്പ്. ₹1 ഷൂ ഓഫർ, ₹1 നോട്ടിന് ഒരു ഷൂ ഓഫർ ചെയ്തിരിക്കുന്നു. ഉദ്ഘാടനത്തിന് കോഴിക്കോട് മാനാഞ്ചേരിയിൽ സംഘർഷമുണ്ടായി. ഡിസ്കൗണ്ട് ഒരു വലിയ സംഘർഷത്തിൽ കലാശിച്ചതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു ഷൂ കടയായിരുന്നു. അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. അവിടെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കട ഉടമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ടുഡേ ഷോപ്പ് ക്ലോസ്ഡ്. ഇനാഗുറേഷൻ ദിവസമാണെന്ന് തോന്നുന്നു. അത് ഓഫർ ഇട്ട ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ കട പൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വല്ലാത്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി പോയി കേട്ടു. അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, മാനാഞ്ചിറയിൽ സംഘർഷം ഒരു ഓഫർ ഇട്ടതാണോ സംഘർഷത്തിലേക്ക് കലാശിച്ചത്? ₹1 ഷൂവോ? എന്താ പരിപാടി? ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ കട പൂട്ടിയോ? ഡോക്ടർ അരുൺ, രസകരമാണ് കാര്യങ്ങൾ. ഒരാഴ്ച മുമ്പ് തുറന്നിരുന്ന ഒരു ഷോപ്പാണ്. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു ഓഫർ ഇന്ന് കൊടുക്കാമെന്നുള്ള ഒരു ഓഫർ നൽകിയിരുന്നത്. അതായത് ഇൻസ്റ്റാ ഗ്രൂപ്പിലൊക്കെ വലിയ തരത്തിൽ പരസ്യപ്രചാരണം നടത്തിയതിന് ശേഷം ₹1, അതായത് പഴയ ₹1 നോട്ടിന് ഇത്തരത്തിൽ ഷൂ, ₹2000 വില വരുന്ന ഷൂ നൽകാമെന്നും ആദ്യത്തെ 100 പേർക്ക് ഇത്തരത്തിൽ ഷൂ നൽകാമെന്നുമായിരുന്നു ഓഫർ. അതിനുശേഷം വരുന്ന 100 പേർക്ക് വാച്ച് നൽകാമെന്നുള്ള ഓഫറുമായിരുന്നു. ഏതായാലും ഈ ഇൻസ്റ്റാ പരസ്യം വലിയ തരത്തിൽ കേരളം മുഴുവൻ ആളുകളിലേക്ക് എത്തുകയും കേരളത്തിൽ നിന്നെമ്പാടുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 15,000-20,000-ഓളം കുട്ടികളടക്കമുള്ള ആളുകളാണ് ഈ ഘട്ടത്തിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ₹1 നോട്ടുണ്ട്. ഒന്ന് കാണിച്ചേ. ഇതാ വിനീഷേ, ₹1 എന്ന് കാണിച്ചു കൊടുത്തേ. ഇതാ നോക്കൂ ഡോക്ടർ അരുൺ, ഒരാൾ ₹1 വന്നിരിക്കുന്നത്. ₹1 നോട്ട് ഒരാൾ കയ്യിൽ ഒന്നുമല്ല, നിരവധി നോട്ടുകളുണ്ട്. ഇത്തരത്തിൽ നിരവധി കുട്ടികളാണ്. ഏതായാലും ഇത് വലിയൊരു പ്രശ്നമായി, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറി. പിന്നീട് 100 കണക്കിന് പോലീസുകാർ ഇവിടെ എത്തിയതിനു ശേഷം ഇവരെ നിയന്ത്രിക്കുകയാണ്. ഏതായാലും ഷോപ്പ് അടയ്ക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ ഷോപ്പിലേക്ക് നോക്കിയാൽ കാണാം, ഈ ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വലിയ തരത്തിൽ പ്രശ്നമാവുകയാണ്. പോലീസും നാട്ടുകാരും ഒക്കെ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നോക്ക് പോലീസുകാർ ഇവിടെ കുട്ടികളെ നിയന്ത്രിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അവിടെ വലിയ തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളോട് ഒന്നും മാറി നിൽക്കാനുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഇവരെയൊക്കെ കുട്ടികളെ അടക്കം മാറ്റി നിർത്താൻ ശ്രമമാണ്. എന്താണ് സംഭവിച്ചത്? അതായത് 5 മണിക്ക് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ടോക്കൺ കൊടുത്തിട്ടുണ്ട്. 10 മണിക്കാണ് ഓപ്പണിംഗ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് ഉറപ്പിയും കൊണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ക്ലോസ് ആക്കിയിട്ടുണ്ട്. അതെ, ഇപ്പൊ കച്ചവടക്കാരെന്താണ് എന്താ പറയുക, ചീറ്റിംഗ് ആണ്. കൊടുത്തു കഴിഞ്ഞു, ഇന്ന് ഓപ്പൺ അല്ല, ഇന്ന് ക്ലോസ് ആണ്. ആദ്യത്തെ 100 പേർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഓപ്പണിംഗ് ടൈം കൊടുക്കേണ്ട സാധനം ഇവര് മുൻപേ 5:30 മണിക്കും 6 മണിക്കും കൊടുത്ത് തീർന്നെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാൻ കഴിയും. അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതായത് നിങ്ങളൊക്കെ പറ്റിച്ചു. പറ്റിച്ചു. അതല്ലേ ഞാൻ മലപ്പുറത്ത്, കോഴിക്കോട്. ഞാൻ മലപ്പുറം. ദൂരെ നിന്ന് വന്ന ആൾക്കാർ തീർച്ചയായും. നിങ്ങളൊക്കെ നമ്മളൊക്കെ ഇവിടെ തന്നെ പെരുമണ്ണ, മലപ്പുറം, പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കേരളം മൊത്തം ആള് വന്നിട്ടുണ്ട്. നിങ്ങളെ കൂടുതൽ ആർക്കെങ്കിലും ഷൂ കിട്ടിയിട്ടുണ്ടോ? ഒരാൾക്ക് ഇവിടെ ഷൂ കിട്ടിയിട്ടില്ല. ഇവര് കൂപ്പൺ ഉള്ളത് ഒരു റീലിട്ടപ്പോഴൊന്നും കൂപ്പൺ ഉണ്ടെന്ന് ആരോട് പറഞ്ഞില്ല. 10 മണിക്ക് ഇവിടെ എത്തിയാൽ 100 കിട്ടുന്നതാണ്. ഇവര് 12 മണിക്ക് കൂപ്പൺ കൊടുക്കാതെ തുടങ്ങി. പുലർച്ചെ 12 മണിക്ക് കൊടുത്തു. പുലർച്ചെ കൊടുത്തില്ല. അന്ന് ആർക്കും കൂപ്പണോ അല്ലെങ്കിൽ ഷൂ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഏതായാലും ഇതുവരെ പറയുന്നത് ഒരു പറ്റിക്കലായിരുന്നു. കാരണം ഇന്ന് രാവിലെ ഷോപ്പ് തുറക്കുന്ന ഘട്ടത്തിൽ ഈ 100 പേർക്ക്, ആദ്യത്തെ 100 പേർക്ക് ഷൂവും പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചും നൽകാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഷോപ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഷൂ കൊടുത്തുപോയി എന്നാണ് ഇപ്പോൾ ഈ കടയുടമകൾ ഇവരോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഇവിടെ 100 കണക്കിന് കുട്ടികളടക്കമുള്ള ആളുകൾ, ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ രക്ഷിതാക്കളടക്കം ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം, നിരവധി ആളുകൾ ഇപ്പോഴുണ്ട്. പോലീസിന് എത്ര ശ്രമിച്ചിട്ടും അവരെ മാറ്റാൻ കഴിയുന്നില്ല. റോഡിന്റെ 2 ഭാഗത്തുമായി നിന്നുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ സമയത്ത് പോലീസിന് ചില നീക്കുന്ന ഘട്ടത്തിലൊക്കെ ചില സംഘർഷം ഉണ്ടാവുകയും ചിലർക്കൊക്കെ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. കാൽക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ഇപ്പോഴും നീക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമായ ഒരു ദൗത്യമായി മാറുന്നു.